ഹായ്, ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നെ ഞാൻ സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇപ്പോൾ അങ്ങനെ ആക്റ്റീവായിട്ട് വീഡിയോസൊന്നും ഞാൻ ചെയ്യാറില്ല, പക്ഷേ ഇനി ചെയ്തു തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടാവണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, പഴയ പോലൊക്കെ തന്നെ. ഇടയ്ക്ക് കുറച്ച് ജീവിതമല്ലേ, മനുഷ്യനല്ലേ, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം സോൾവ് ചെയ്യാൻ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. പഠിച്ചു എന്നല്ല, അല്ലെങ്കിൽ സോൾവ് ചെയ്തു എന്നല്ല, പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി. പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഭയങ്കര കാറ്റുണ്ടോന്നേ? അയ്യോ, ഇവിടെ എന്തൊരു കാറ്റാണെന്നറിയോ, ഭയങ്കര കാറ്റ്. പിന്നെ വേറെ വിശേഷങ്ങൾ എന്തുവാ? പിന്നെ നമ്മുടെ ലേഡീസിനോടൊരു ചോദ്യം. നിങ്ങളെല്ലാം മറ്റേ 1000 രൂപ 35 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെ ഉള്ളവർക്ക് 1000 രൂപ സർക്കാർ കൊടുക്കുന്ന ആ പദ്ധതി, അതിൽ അപേക്ഷ നൽകിയോ? നൽകിയിട്ടില്ലാത്തവർക്ക് നൽകണം. ഞാനും ഇന്ന് പോവുകയാണ് അപേക്ഷ നൽകാൻ. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. എനിക്കും എല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ടിരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ചില സമയത്ത് മനസ്സ് വെറുതെ കൈവിട്ട് പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നത്. ആ ഒരവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാകണം. എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് സഞ്ചരിക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൂരേക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണ്. കാരണം വീട്ടിൽ തന്നെ ഇരിക്കുന്നത് ശരിയാകത്തില്ല. ഞാനിങ്ങനെ പല പദ്ധതികളും മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്, മുന്നോട്ടുള്ള ഭാവിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. അതൊക്കെ സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കാം കേട്ടോ. പിന്നെ എല്ലാത്തിനും പണമല്ലേ വേണ്ടത്. പണമില്ലാത്തത് കൊണ്ട് ജീവിതം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം നല്ലൊരു പണക്കാരിയെ കണ്ടപ്പോൾ പുള്ളി അങ്ങ് പോയി. അതാണ് എനിക്ക്. കാശുണ്ടെങ്കിൽ മാത്രമേ ബന്ധങ്ങൾ നിലനിൽക്കുകയുള്ളത് നന്നായിട്ട് പഠിച്ചു ഞാൻ. അതുകൊണ്ട് കാശുണ്ടാക്കാം എന്നൊന്നും ഞാൻ കരുതുകയില്ല കേട്ടോ. എന്നെ അങ്ങനെ തോൽപ്പിക്കാനൊന്നും പറ്റില്ല. ഞാനിങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ ജീവിക്കാൻ ഓരോ പല മാർഗങ്ങൾ നമുക്ക് വേണം. നല്ല വഴികൾ തിരഞ്ഞെടുക്കണം. അതൊക്കെയാണിപ്പോൾ എൻ്റെ ഒരു ചിന്തകൾ. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നു. പക്ഷേ മരുന്നിൻ്റെ ലോകത്താണ് ജീവിതം. മരുന്നാണ് ജീവൻ നിലനിർത്തുന്നത്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എത്ര കാലം മരുന്ന് കഴിച്ച് ജീവിക്കാവോ അത്രയും കാലം ജീവിക്കാം, അത്രേ ഉള്ളൂ. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ വളരെയധികം വലുതായതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ അസുഖം വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം തരം ട്രീറ്റ്മെൻറ്റുകളാണുള്ളത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആയുസ് കൂടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കൂടട്ടെ അല്ലേ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ എന്തെല്ലാമോ പറഞ്ഞു എന്ന് ചിന്തിക്കേണ്ട. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് പറഞ്ഞത്. എനിക്ക് ഈ വലിച്ച് കെട്ടി അയച്ചു വെച്ച് പറയുന്ന ഒരു കാര്യമൊന്നുമില്ല. മനസ്സിൽ എന്ത് കാര്യം മനസ്സിൽ തോന്നുന്നോ അതങ്ങനെ തന്നെ പറയുക. അതാണ് എൻ്റെ ഒരു രീതി. അല്ലാതെ മനസ്സിലൊന്ന് വെച്ചിട്ട് പുറമേ വേറൊന്ന് പറയുന്ന അങ്ങനെ ഒരു കാര്യമൊന്നും എനിക്കില്ല. അത് ആരോടായാലും ഇപ്പം എൻ്റെ പപ്പായോടും മമ്മിയോടും ആയാലും, ഇപ്പം ഞാൻ അത്രയേറെ സ്നേഹിക്കുന്ന ഒരാളോടാണെങ്കിലും ഞാൻ മുഖത്തടിച്ച പോലെ കാര്യം പറയും. അതുകൊണ്ട് ആർക്കും എന്നെ വലിയ ഇഷ്ടമൊന്നുമില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ. ഇപ്പം നമ്മളൊരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അവർ ഭയങ്കര നല്ലതാണ്, അവർ ഭയങ്കര സ്വീറ്റാണ്, അവർ ചെയ്യുന്നതെല്ലാം നല്ലതാണ്, അവർ ചെയ്യുന്നത് മാത്രമേ ലോകത്തിൽ നല്ലതുള്ളൂ എന്നൊന്നും പറയാൻ എന്നെ കിട്ടത്തില്ല. സത്യമായിട്ടും പറയുക. ഉള്ള കാര്യം ഉള്ളതുപോലെ മുഖത്ത് നോക്കി പറയും ഞാൻ.
അതുകൊണ്ട് നഷ്ടപ്പെടുന്ന ബന്ധങ്ങളാണെങ്കിൽ നഷ്ടപ്പെട്ടോട്ടെ, എനിക്കൊന്നുമില്ല. പക്ഷേ ഞാനൊരു ബന്ധത്തിലായാൽ അത് ഏത് തരമുള്ള ബന്ധമാണെങ്കിലും 100% ആത്മാർത്ഥത കാണിക്കാനും സത്യസന്ധമായി നിൽക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. അതിൽ ഞാൻ വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എൻ്റെ അടുത്ത് ചതിവും വഞ്ചനയും കാണിച്ചു കഴിഞ്ഞാൽ ഞാനത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരാളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അവരുടെ ഒരു ശ്വാസഗതി പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അവരൊരു കള്ളത്തരം ചെയ്ത് നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അത് നമ്മൾ ചോദിക്കുമ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല 100 റീസൺ പറയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളോട് അന്നേരം പറയുക, ഓക്കെ ഞാനത് ചെയ്തായിരുന്നു, അത് ഇന്ന പോലെ ആയിരുന്നു സാഹചര്യം, അതുകൊണ്ട് ഞാനത് ചെയ്തു എന്ന് പറഞ്ഞാൽ തീരും. നമുക്കവിടെ പിന്നെ പ്രതിഷേധങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ അടുത്ത് കള്ളം പറയുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത്. ഞാൻ കഴിവതും എന്ന് പറഞ്ഞ് ഞാൻ വലിയ സത്യസന്ധയൊന്നുമല്ല. ഞാൻ കഴിവതും ഒരു കാര്യത്തിൽ അടിയുറച്ച് നിന്നാൽ അവിടെ സത്യസന്ധത കാണിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും പറയും എനിക്ക് ഭയങ്കര ഓപ്പൺ മൈൻഡ് ആണെന്ന്. ഈ ഓപ്പൺ മൈൻഡ് ആയതുകൊണ്ട് തന്നെ എൻ്റെ പങ്കാളിയോട് ഞാൻ ഒരു കാര്യങ്ങളും മറച്ചു വെക്കാതെ തുറന്നു പറഞ്ഞു. അത് ഏറ്റവും വലിയ വിഡ്ഢിത്തരമായി പോയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം അയാൾക്ക് എന്നിൽ നിന്ന് പോകാൻ അയാൾ തിടുക്കം കാണിക്കുന്ന സമയത്ത് ഒരിക്കലും എന്നോ സംഭവിച്ച ഒരു കാര്യം പറഞ്ഞിട്ട്, എനിക്കറിയില്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു കാര്യം പറഞ്ഞിട്ട് അയാൾ അതെടുത്തിട്ടിട്ട് ഇറങ്ങിപ്പോയിരിക്കുന്നു. എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ എന്നിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കാരണങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട് എന്നോ നടന്നൊരു സംഭവം പറഞ്ഞിട്ട് ഓടിപ്പോയിരിക്കുന്നു. ആ വ്യക്തിയോട് നമ്മൾ എന്താണ് പറയുക? ഞാനിപ്പോൾ മൗനത്തിലാണ്. ഞാൻ എൻ്റെ മൗനത്തെ ഭേദിക്കത്തില്ല. കാരണം നിങ്ങളോട് ഞാനൊരു കാര്യം പറയാവേ, നമ്മൾ എത്ര പറഞ്ഞാലും കേൾക്കുകയില്ല, അതല്ല സത്യം മനസ്സിലാക്കാത്ത മനുഷ്യരോട് നമ്മൾ പിന്നെ ഒന്നും പറയാൻ പോകരുത്. അതുപോലെ തന്നെ നമ്മളെ കുറേ ഹരാസ് ചെയ്തിട്ട്, കുറേ നമ്മളെ വിഷമിപ്പിച്ചിട്ട് പിന്നെ നമ്മുടെ അടുത്തേക്ക് വരുന്ന മനുഷ്യരോട് അവർ നമ്മളോട് എന്ത് പറയുന്നു അതിൻ്റെ മാത്രം മറുപടി പറയുക. നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖമല്ല എങ്കിൽ അല്ല, അതെ എങ്കിൽ അതെ. പിന്നെ അതിനൊരു റീസൺ കൊടുക്കാൻ പോരുത്. അതായത് അവരൊരു റീസൺ, എന്തുകൊണ്ട് നിനക്ക് സുഖമല്ല എന്ന് ചോദിച്ചാൽ എനിക്ക് ഇന്ന കാരണങ്ങൾ കൊണ്ട് സുഖമല്ല. എന്തുകൊണ്ട് നിനക്ക് സുഖമാണ് എന്ന് ചോദിച്ചാൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് സുഖമാണ്. ഇത്രയും മാത്രമേ പറയാവുള്ളൂ. അല്ലാതെ നിനക്ക് സുഖം, കുറേ നമ്മളെ സ്നേഹിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ട് പെട്ടെന്ന് നമ്മളെ വിട്ടിട്ട് പോയി ചുമ്മാ ഒരു നിസ്സാര കാര്യത്തിന് നമ്മളെ വിട്ടിട്ട് വേറെ വഴിക്ക് പോയ വ്യക്തികൾ തിരിച്ചു വന്നിട്ട് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, നിങ്ങളില്ലാതെ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു, അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം ഞാനിത് ചെയ്ത വ്യക്തിയാണ്. ഞാനിത് 100% എൻ്റെ ലൈഫിൽ ചെയ്തതാണ്. പലപ്പോഴും പോകുമ്പോൾ തിരിച്ചു വന്നിട്ട് സുഖമാണോ ചോദിക്കുമ്പോൾ നിങ്ങളില്ലാതെ എന്ത് സുഖമാണ്, നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കുന്നു, എന്നെ എന്തിനാ ഉപേക്ഷിച്ചത്, ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചതല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ത് വാരിക്കോരി പറഞ്ഞ് അതൊക്കെ കോളമാക്കുമായിരുന്നു ഞാൻ. പക്ഷെ ഞാനതൊക്കെ പഠിച്ചെടുത്തു, അങ്ങനെ പറയാൻ പാടില്ലെന്ന്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. എല്ലാവരും സുഖമായിരിക്കുക. ഓക്കെ, ബൈ.